നമസ്കാരം. എല്ലാവർക്കും അക്ഷരജാലകത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ സംഗീത, അധ്യാപികയാണ്. അപ്പോൾ സാധാരണ കുട്ടികൾ പറയുന്നൊരു കംപ്ലൈൻറ്റാണ്, അവർക്ക് കുറേ പഠിച്ചു, കുറേ എഴുതി, പക്ഷേ എക്സാമിന് മാർക്ക് കിട്ടിയില്ല. അതുപോലെ പഠിച്ചതൊന്നും എഴുതാൻ പറ്റിയില്ല, കാരണം സമയം തികഞ്ഞില്ല. ഇത് അധികം പറയുന്നത് മലയാള എക്സാമിനാണ് ഈ സമയം തികയായ പറയുന്നത്. അതിപ്പോൾ സെക്കൻഡ് ലാംഗ്വേജും ആയാലും അതെ, മെയിൻ ആയാലും അതെ. കാര്യം നമ്മളിപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ 2 ബോർഡ് എക്സാം കഴിഞ്ഞ് വന്നവരാണ്. 10th അതെ, 12th അതെ. എന്നിട്ടും പല തെറ്റുകളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എക്സാം എഴുതുന്ന കാര്യത്തിലാണെങ്കിലും സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം. ഇപ്പം നമ്മൾ ഡെയിലി പോർഷൻസ് കവർ ചെയ്ത് പോകുമോ എന്നുള്ളതൊക്കെ ഡിപ്പെൻസ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ പോലും നമ്മൾ എക്സാം ടൈം ടേബിൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉഷാറാവുക, നോട്ട്സൊക്കെ സംഘടിപ്പിക്കുക, നമ്മൾ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുക, നമുക്ക് മനസ്സിലായ രീതിയിൽ. ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്താണെങ്കിൽ, നമുക്ക് എക്സാമിൻ്റെ തലേന്ന് അത് കവർ ചെയ്താൽ മതി. അല്ലാതെ ടോട്ടൽ ടെക്സ്റ്റ് ബുക്ക് നോക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നടപ്പിലാവുന്ന കാര്യമല്ല. അപ്പം വേറൊരു കാര്യം, എക്സാമിൻ്റെ തലേന്ന് ഒരിക്കലും ഫസ്റ്റ് റിവിഷൻ ഇരിക്കരുത്, പുതിയതായിട്ടൊരു കാര്യവും പഠിക്കരുത്. എല്ലാതും റിവിഷൻ മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് റിവിഷനൊക്കെ മുന്നേ കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പം ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ടൊക്കെ റിവൈസ് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞാൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് എണീക്കുക, എക്സാമിനൊരു ടെൻഷൻ ഇല്ലാണ്ട് പോവുക. അവിടെ പോയിരുന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ ആ ക്വസ്റ്റ്യൻ ചർച്ച, ഈ ക്വസ്റ്റ്യൻ ചർച്ച, ബുക്ക് അങ്ങോട്ട് മറിക്കണു ഇങ്ങോട്ട് മറിക്കണു, അത് നമ്മളെ ടെൻഷൻ കൂട്ടാനും കൺഫ്യൂസ്ഡ് ആക്കാനൊക്കെ ഉപകരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈ അധികം പേർക്ക് ഈ സമയം തികയാണ്ട് വരുന്നതിനുള്ളൊരു കാരണം എന്താണെങ്കിൽ, അതൊരു ടൈം മാനേജ്മെൻറ്റ് അറിയാത്തതുകൊണ്ടാണ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്കുണ്ട് എന്നനുസരിച്ചിട്ടാണ്. അതുപോലെ അവർ പറഞ്ഞിട്ടുണ്ടാവും, ഒരു പുറത്ത് കവിയാതെ എഴുതുക, ഒറ്റ വാക്കിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതിന് അത്ര എഴുതിയാൽ മതി. അപ്പം ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നുള്ളതും ഞാനിതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതിയാവും. Thank you.